അല്പസമയം ദൈവവചനം നമ്മൾ ചിന്തയ്ക്കായി എടുക്കുമ്പം 1 യോഹന്നാൻ്റെ ലേഖനം 2-ാം അധ്യായം 27-ാം തിരുവചനം, ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ജോൺ ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 27. വചനം ഇങ്ങനെ പറയുന്നു: ബട്ട് യു ഹാവ് റിസീവ്ഡ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഹി ലിവ്സ് വിതിൻ യു, സോ യു ഡോണ്ട് നീഡ് എനിവൺ ടു ടീച്ച് യു വാട്ട് ഇസ് ട്രൂ. For the Spirit teaches you everything you need to know, and what He teaches is true. It is not a lie. So just as He has taught you, remain in fellowship with Christ. ഒന്ന് വായിച്ചു കേൾക്കാം. 1 യോഹന്നാന്റെ ലേഖനം 2:27. യേശുവിനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിക്കാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് വ്യാജമല്ല, സത്യം തന്നെയായിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. ആമേൻ. സ്തോത്രം. കർത്താവിൻ്റെ വചനം നമ്മളോട് ഒരു ഉറപ്പെന്ന് പറയുന്നു. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. ആരും എങ്ങനെ ജീവിക്കണം എന്ന് ഉപദേശിക്കേണ്ട, പരിശുദ്ധാത്മാവ് അകത്തിരുന്ന് ഉപദേശിക്കും. അപ്പം ക്രിസ്തുവിലായി എന്ന് പറഞ്ഞിട്ടും തെറ്റായ ജീവിതം ജീവിക്കുന്നുണ്ടോ? അവരുടെ അകത്ത് പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ അവർ കേൾക്കാതെ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ഉൾക്കാതുകൾ, ഹല്ലേലൂയ, ആത്മീയ കാതുകൾ ഒന്ന് തുറന്ന് ഇരുന്നാൽ, സ്തോത്രം, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കും. ശക്തമായ തിരുവചനം പറയുന്നത്, യോഹന്നാൻ പറയുക, നിങ്ങൾക്കിനി ആരും നിങ്ങളെ സത്യം എന്തുവാണെന്ന് ഉപദേശിച്ചുകൊണ്ട് നടക്കണ്ട. എന്താന്ന് വെച്ചാൽ, നിങ്ങൾ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ആചരിച്ചാൽ കൂട്ടായ്മയ്ക്കകത്തുനിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. യോഹന്നാൻ 14-ാം അധ്യായത്തിനകത്ത്, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ അതിൻ്റെ 16-17 യേശു കർത്താവ് പറഞ്ഞിട്ടാണ് പോയത്. എന്താ പറഞ്ഞത്? യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ചെന്നിട്ട് ഞാൻ എൻ്റെ അപ്പായോട് ചോദിക്കും. എന്താ ചോദിക്കാൻ പോകുന്നത്? നിങ്ങൾക്കൊരു മധ്യസ്ഥന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റിന്, നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരാൾ, നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കും. അപേക്ഷിച്ചിട്ട് എന്താ പരിശുദ്ധാത്മാവ് വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഒരിക്കലും നിങ്ങളെ പിരിഞ്ഞു പോകത്തില്ല. ഒന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് എന്നെ ഒരിക്കലും പിരിഞ്ഞു പോകത്തില്ല. സ്തോത്രം. അല്ലേ, ഇത് നമുക്ക് ധൈര്യം തരണം. പല വിശ്വാസികളും സങ്കടപ്പെടുന്നതും, പല വിശ്വാസികളും അടയാളങ്ങൾ നോക്കിയിട്ട് യോ കുളിര് കോരുന്നില്ല, എന്നോട് സംസാരിച്ചില്ല, ഇടപെട്ടില്ല എന്നൊക്കെ പറഞ്ഞ്, ഞാൻ ചോദിക്കട്ടെ, ആരാ വന്ന് സംസാരിക്കേണ്ട? ഒരു കൂട്ടായ്മ പ്രാർത്ഥന കൂടുമ്പം എന്തിനായിരുന്നു ചിന്തിക്കുന്നത്, അയ്യോ എൻ്റെ തലയിൽ ഒന്ന് കൈവച്ച് എന്നോട് ഒന്ന് ദൂത് പറഞ്ഞിരുന്നെങ്കിൽ? വേണ്ട, പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. നമുക്ക് വേണ്ട ദൂതുകളും നമ്മൾക്ക് നയിക്കേണ്ട വിധങ്ങളും നമ്മൾ പോകേണ്ട വഴികളും നമ്മൾ എത്തിപ്പെടേണ്ടടുത്തും അതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മളോട് പേഴ്സണലി സംസാരിക്കും. ഹല്ലേലൂയ. പിന്നെ എന്തിനാ വേറെ ഒരാൾ വഴി സംസാരിക്കുന്നത്? നമ്മൾ കേൾക്കാൻ കാത് തുറന്നിരിക്കാത്തത് കൊണ്ടാണ് വേറെ ഒരാൾ വഴി നമ്മളോട് ഇടപെടുന്നത്. സ്തോത്രം. നമ്മൾ കാത് തുറന്ന് പരിശുദ്ധാത്മാവ് എന്നോട് എന്താ പറയുന്നതെന്ന് ഞാൻ ശ്രദ്ധയോടെ ഇരിക്കാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മീറ്റിങ്ങിന് ചെല്ലുമ്പം എന്നോടും ദൂത് പറയണം എന്ന് പറഞ്ഞ് തലേ കൈവച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. കണ്ടോ, ഇവിടെ വചനം 1 യോഹന്നാൻ്റെ ലേഖനം 2 പറയുന്നു, സോ ജസ്റ്റ് ആസ് ഹി ടോട്ട് യു, യു മസ്റ്റ് റിമെയിൻ ഇൻ ഫെലോഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. നിങ്ങളെ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ ക്രിസ്തുവിനോട് കൂട്ടായ്മ ആചരിക്കാനെന്ന 1 യോഹന്നാൻ 2 നമ്മളിന്ന് ചിന്തയ്ക്കെടുത്ത വചനം 27 പറയുന്നത്. സ്തോത്രം. നിങ്ങൾ കൂട്ടായ്മ ആചരിക്കാൻ. അപ്പം കൂട്ടായ്മ ആചരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കൂട്ടായ്മ ആചരിക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ കൂട്ടായ്മ ആചരിക്കുന്നവര് അല്ലേ, എന്ന് പറഞ്ഞാൽ അവർ സകലതും ഹൃദയം തമ്മിൽ പങ്കുവെക്കുന്നവരാ, അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നവരാ. സ്തോത്രം. പല കുടുംബങ്ങളിലും അത് കാണത്തില്ല. പക്ഷേ ദൈവം വിളിച്ചിരിക്കുന്ന ഒരു കുടുംബ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒന്നായിട്ട് നിൽക്കുന്നു. തമ്മിൽ വഴക്കുണ്ടാക്കിയാലും സകലതും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയുക. എന്താ? ദേ ആർ ഇൻ ഫെലോഷിപ്പ് വിത്ത് ഈച്ച് അതർ. ഈ ഫെലോഷിപ്പ്, ഈ കൂട്ടായ്മ കർത്താവുമായിട്ട് ആചരിക്കാൻ നമ്മളെ വചനം നിർബന്ധിക്കുന്നു. കൂട്ടായ്മ ആചരിച്ചാൽ ഒരു ഗുണമുണ്ട്. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം
15-ാം അധ്യായം ഹല്ലേലൂയ അതിൻ്റെ 4-ാം തിരുവചനം നമ്മളോട് പറയുന്നു, കൂട്ടായ്മ ആചരിക്കുന്നവൻ എന്ത് സംഭവിക്കും? അവൻ ഒറ്റയ്ക്ക് ഫലം കായ്ക്കണ്ട. ഹല്ലേലൂയ, അവൻ ക്രിസ്തുവിൽ വസിച്ച് അവന് ഫലം കായ്ക്കാൻ സാധിക്കും. അപ്പം കൂട്ടായ്മ ആചരിക്കുന്നവൻ എങ്ങനെയാ ഫലം കായ്ക്കുന്നത്? കൂട്ടായ്മ ആചരിക്കുന്നവൻ ക്രിസ്തുവിനോട് കൂട്ടായ്മ ആചരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ് നടത്തും. പരിശുദ്ധാത്മാവ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, വഴി നടത്തും. നമ്മൾ പോകേണ്ട വഴി, നമ്മൾക്ക് എവിടാണോ ഫലമുണ്ടാകുന്നത്, പച്ചപ്പ് കിട്ടുന്നത്, ആ വഴി പോകാൻ നമ്മളെ സഹായിക്കും, നമ്മളോട് പറഞ്ഞു തരും. 2, നമുക്കൊന്ന് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനം. ഈ സകല സത്യത്തിലേക്കും നമ്മളെ വഴി നടത്തും. ഹല്ലേലൂയ. നമ്മൾക്ക് ഭാവിയെക്കുറിച്ചും നമ്മൾ നിൽക്കുന്ന അവസ്ഥകളെക്കുറിച്ചും വചനത്തിനകത്തുനിന്ന് എവിടാണോ എന്താണോ, ഒരു വ്യക്തിയെ കണ്ടാൽ പോലും ആ വ്യക്തിയെ തിരിച്ചറിയാനായിട്ടുള്ള കൃപ നമുക്ക് തരും. ദ സ്പിരിറ്റ് ഓഫ് ഡിസേൺമെൻറ്റ്, അല്ലേ? ഹല്ലേലൂയ. എന്താ അതിന് പറയുന്നത്? വ്യാഖ്യാനത്തിനല്ല, സ്പിരിറ്റ് ഓഫ് ഡിസേൺമെൻറ്റ്, അല്ലേ? ഒരാളോട് സംസാരിക്കുമ്പോൾ ആൾ ഏത് വിധത്തിലുള്ളതാണെന്ന് പോലും നമുക്ക് പരിശുദ്ധാത്മാവ് വിവേചന നമുക്ക് പറഞ്ഞു തരും. സ്തോത്രം. അപ്പം എന്താ സംഭവിക്കുന്നത്? നമ്മളെ സത്യത്തിലേക്ക് വഴി നടത്തുക. നമ്മളൊരു സാഹചര്യത്തിൽ ചെന്നാൽ അവിടെ നിൽക്കണോ അതോ അവിടെ നിന്ന് ഓടിപ്പോകണോ പറഞ്ഞു തരും സകല സത്യം. പിന്നെ എങ്ങനെ നമ്മൾ ഫലമില്ലാത്തവരായി തീരും? പിന്നെ എങ്ങനെ നമ്മൾ നന്മ അനുഭവിക്കാത്തവരായി തീരും? എന്നുവെച്ചാൽ പരിശുദ്ധാത്മാവ് കൂടിരുന്ന്, ഹല്ലേലൂയ, തിരുവചനം പറയുന്നു, ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ചേച്ച് പോകത്തില്ല. യോഹന്നാൻ 14:16 നമ്മൾ വായിക്കപ്പെട്ട വചനം, ഹി വിൽ നെവർ ലീവ് യു. ഒരിക്കലും നമ്മളെ വിട്ടേച്ച് പോകത്തില്ല, ഒരിക്കലും അനാഥരാക്കി കളയത്തില്ല, ഒരിക്കലും ദൈവ സാന്നിധ്യം നമ്മളിൽ നിന്ന് പോകത്തില്ല എന്ന് വചനം നമ്മളോട് ഉറപ്പും ധൈര്യവും പറയുന്നു. സ്തോത്രം. പിന്നെ നമ്മളുടെ തലയ്ക്കകത്ത് വേണ്ടാത്ത ചിന്തകളും വേണ്ടാത്ത പഠിപ്പീരും ഒക്കെ കയറ്റി വെച്ചിട്ടാണ് പലവരും ഇരുന്ന് സങ്കടപ്പെടുന്നത്. ഇന്ന് ഉറപ്പോടെ പറഞ്ഞേ, ഒരിക്കലും എന്നെ വിടാത്ത പരിശുദ്ധാത്മാവ്, സ്തോത്രം, ഒരിക്കലും ഉപേക്ഷിക്കത്തില്ലെന്നേ, ഒരിക്കലും നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകത്തില്ല, ബലഹീനരാക്കി കളഞ്ഞിട്ട് പോകത്തില്ല എന്നൊരു വചനം അവിടെ പറയുന്നു. സ്തോത്രം. അതിന്റെ 17 വായിച്ച് യോഹന്നാൻ 14:17. ലോകം ഈ ആത്മാവിനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ സ്വീകരിക്കാൻ കഴിയുകയില്ല. അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. എന്നിട്ട് അതിനകത്തൊരു വാക്യമാണ്, നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തുന്നു. ഹല്ലേലൂയ. നമ്മളെ സകല സത്യത്തിലേക്കും. ദൈവം സത്യമാ, ദൈവം ശുദ്ധിയുള്ളവനാ. ഹല്ലേലൂയ. ദൈവം നീതിയുള്ളവനാ. ഈ സത്യത്തിനകത്തേക്കും നീതിക്കകത്തേക്കും ശുദ്ധിക്കകത്തേക്കും ഒക്കെ നമ്മളെ ദിനം തോറും നയിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നു, ഹല്ലേലൂയ, 16-ന്റെ സ്തോത്രം, യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനം, 16:13 വാക്യം ഇങ്ങനെ പറയുന്നു. ജോൺ ചാപ്റ്റർ 16 verse number 13. When the Spirit of truth comes, he will guide you into all truth. He will not speak on his own, but will tell you what he has heard. He will tell you about the future. എന്ന് വായിച്ചേ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിപ്പിച്ചു തരുകയും ചെയ്യും. അതിനൊന്നൊരു 10 ആമേൻ ആമേൻ സ്തോത്രം ഒന്ന് പറഞ്ഞെടുത്തേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വരുവാനുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന്. അപ്പൊ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ, അയ്യോ എൻ്റെ തലയിലൊന്ന് ഒന്ന് കൈ വെച്ച് എന്നോടൊന്ന് വരാൻ പോന്നോന്ന് പറഞ്ഞിരുന്നെങ്കിലോ, ഒന്ന് ദൂതൊന്ന് പറഞ്ഞിരുന്നെങ്കിലോ, എൻ്റെ കുഞ്ഞ് ആ വഴിയിൽ പോകുന്നു, എന്തോ പഠിക്കും എന്നൊക്കെ പറഞ്ഞ്, നോ, തിരുവചനം നമ്മളോട് പറയുന്നു, നമ്മളോട് ഇന്ന് പറഞ്ഞേ, എന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞേ. എൻ്റെ കുടുംബത്തിന് വേണ്ട, എൻ്റെ ജീവിതത്തിന് വേണ്ടത് എന്നോട് സംസാരിക്കും. ഹല്ലേലൂയ. അയൽവക്കക്കാരോടും മറ്റുള്ളവരോടും സംസാരിച്ചിട്ട് കാര്യമില്ല. ഇന്ന് കൂട്ടായ്മ ആചരിക്കുന്നോ, എന്നോട് സംസാരിക്കണം. സ്തോത്രം. ഇന്ന് കർത്താവിനോട് തീർത്തും പറഞ്ഞേ, കർത്താവേ, ഞാൻ കൂട്ടായ്മ ആചരിക്കാം, എന്നോട് സംസാരിക്കണം. ഹല്ലേലൂയ. ചിലപ്പോൾ ഉടനെ പെട്ടെന്നൊന്നും കേട്ടെന്നിരിക്കില്ല, പക്ഷെ നമ്മുടെ ജീവിതത്തിനകത്ത്
ചിന്തയ്ക്കകത്ത് എവിടെ നമ്മൾ എല്ലാം ഞാനെന്ന ഭാവമൊക്കെ ഇറക്കി വെച്ച് നമ്മൾ വിശുദ്ധിയായി ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചിന്തകൾ, സംസാരങ്ങൾ, കൊടുക്കൽ വാങ്ങൽ സകലതും ദൈവത്തിന് നീതിയോടെ. 2, ഈ വചനം ധ്യാനിക്കാൻ നമ്മൾ വചനം വായിക്കും തോറും കർത്താവിന് നമ്മളോട് ഇടപെടാൻ സാധിക്കും. ഹല്ലേലൂയ. തിരുവചനം അവിടെ പറയുന്നു, സ്തോത്രം, നമ്മളിപ്പം വായിച്ച ആ വചനം 16 പറയുന്നു, എന്താണ് പറയുന്നത്? നിങ്ങളോട് വരാനിരിക്കുന്ന കാര്യം അവൻ സംസാരിക്കും. പ്രവചന വരം. ഹല്ലേലൂയ. ഈ പ്രവചിക്കുന്നത് കർത്താവിൻ്റെ ശക്തിയാ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാ. ഹല്ലേലൂയ. എന്നൊരു വചനം പറയുന്നു, അതിൻ്റെ 14 പറയുന്നു, യോഹന്നാൻ 16:14 പറയുന്നു, ഹി വിൽ ബ്രിങ് മീ ഗ്ലോറി ബൈ ടെല്ലിങ് യു വാട്ട് എവർ ഹി റിസീവ്സ് ഫ്രം മീ. എന്ന് വായിച്ചേ. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട്. എവിടുന്ന്? എനിക്കുള്ളതിനകത്തുനിന്ന് നിങ്ങൾക്ക് അറിയിപ്പിച്ചു തരുന്നു. അപ്പം വരാനിരിക്കുന്ന ഭാവി മാത്രമല്ല പറഞ്ഞു തരുന്നേ, ഹല്ലേലൂയ, മഹത്വം കൊണ്ടിരുന്ന കാര്യങ്ങളും പറഞ്ഞു തരുമെന്ന്. എന്ന് പറഞ്ഞാൽ ദൂതുകളും ദർശനങ്ങളും വെളിപാടുകളും വചനത്തിൻ്റെ ആഴങ്ങളും ഒക്കെ പറഞ്ഞു തരുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഭാവി പറയുന്നവൻ മാത്രമല്ല, ഒരു കൈനോട്ടക്കാരനല്ല പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വരാനിരിക്കുന്നത് മാത്രം പറയുന്നവനല്ല. പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലേക്കും വചനത്തിൻ്റെ ആഴത്തിലേക്കും ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തെ രഹസ്യങ്ങൾക്കകത്തേക്കും നമ്മളെ കൈപിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നവനാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിർബന്ധമായിട്ട് ലേഖനത്തിനകത്ത് യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങളെ പഠിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ അവനുമായിട്ട് കൂട്ടായ്മ ആചരിപ്പിൻ. 1 യോഹന്നാൻ 2:27. നിങ്ങളെ പഠിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ അവനുമായിട്ട് കൂട്ടായ്മ ആചരിപ്പിൻ. ഹല്ലേലൂയ. ഈ കൂട്ടായ്മ ആചരിക്കുന്നവൻ ഒരു ധൈര്യമുണ്ട്. അവൻ ഏത് വിഷയത്തിനകത്ത് കിടന്നാലും അവന് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവനറിയാം. എന്താ? പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും ആത്മാവിലായിരിക്കാൻ. എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്തോത്രവും സ്തുതിയും നാവിനകത്തുനിന്ന് പുതുഭാഷകളും പാടി സ്തോത്രം ചെയ്ത്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എങ്ങനെ പറയുന്നുണ്ട്? നിങ്ങൾ ഒന്നിനെയും കുറിച്ചും വിചാരപ്പെടാതെ സകലതിനെക്കുറിച്ചും പ്രാർത്ഥിക്കാൻ. ഈ കൂട്ടായ്മ ആചരിച്ച് പൗലോസ് അപ്പോസ്തലനും അറിയാം, യോഹന്നാൻ മാറത്ത് കിടന്നതാ. യോഹന്നാൻ യേശുവിനെ കണ്ടതും തൊട്ടതും കേട്ടതും അല്ലേ? യോഹന്നാൻ പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് 1 യോഹന്നാൻ 1:1 എന്താണ്? ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും അനുഭവിച്ചതും കൂടെ ഇരുന്നതും കൂടെ കിടന്നതും ഞങ്ങൾ മാറോട് ചേർത്ത് വെച്ചതുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം ഞങ്ങൾ പറയുന്ന സത്യമാ എന്ന് യോഹന്നാൻ പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് ഞാനും പറയുന്നത് സത്യമാ, അനുഭവിച്ചിട്ടാ പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് നമ്മളുടെ ഏതവസ്ഥയ്ക്കകത്തും നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. വരാനിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും. ഏത് വഴിയെ പോകണമെന്ന് കാണിച്ചു തരും. ഹല്ലേലൂയ. നമ്മളെ ചില വഴികളിലൂടെയൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളെ പഠിപ്പിച്ചു തരും. സ്തോത്രം. എല്ലായിടത്തും ഹല്ലേലൂയ. നമ്മൾ എങ്ങും ഒരു സ്ഥലത്തും തോറ്റും നശിച്ചും പോകത്തില്ല. കർത്താവ് കൂടെയുള്ളത് കൊണ്ട്. ഹല്ലേലൂയ. എല്ലായിടത്തും നമ്മുടെ ഗ്രാഫ് ഉയർന്നേ നിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. നശിച്ചു പോകത്തില്ല. ഉറപ്പ്, ഉറപ്പ്, ഉറപ്പ്. ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ, ഈ അനുഭവിച്ച പൗലോസ് അപ്പോസ്തലൻ പറയാ, ഫിലിപ്പിയരുടെ ലേഖനം 4 വരുമ്പം പറയാ, ഈ രുചിച്ചറിഞ്ഞത് കൊണ്ട് സ്തോത്രം പറയാ, നിങ്ങൾ ഒന്നിനെയും കുറിച്ചും വിചാരപ്പെടേണ്ട. ഹല്ലേലൂയ. കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്നവൻ, കർത്താവുമായിട്ട് കൂട്ടായ്മ ആചരിക്കുന്നവനോട് പറയുക, നിങ്ങൾ ഒന്നിനെയും കുറിച്ചും വിചാരപ്പെടേണ്ട. എന്ത് വന്നാലും, നിങ്ങളുടെ തലയ്ക്ക് മീതെ പ്രശ്നം വന്നാലും വിളിച്ചു പറയണം, ഹല്ലേലൂയ, ഈ പ്രശ്നങ്ങളെക്കാട്ടിലും വലിയവനായ ദൈവത്തിനെയാണ് ഞാൻ സേവിക്കുന്നത്. നമ്മൾ താഴെ നിന്ന് നോക്കിയിട്ടാണ് പ്രശ്നങ്ങളൊക്കെ വലുത്. ഹല്ലേലൂയ. താഴെ നിന്ന് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് വലിയ വിഷയമാണ് വരുന്നത്. പക്ഷെ കർത്താവുമായിട്ട് കൂട്ടായ്മ ആചരിക്കുന്നവൻ എവിടെ ആയിരിക്കുന്നത്? യോഹന്നാൻ്റെ ലേഖനം നമ്മൾ വായിച്ചപ്പോൾ, ഇന്ന് ചിന്തയ്ക്കെടുത്ത വചനം വായിച്ചപ്പം പറഞ്ഞു, ബി ഇൻ ഫെലോഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. കർത്താവുമായിട്ട് കൂട്ടായ്മ ആചരിക്കുന്നവൻ എവിടെ ആയിരിക്കുന്നത്? കർത്താവ് ഇരിക്കുന്നിടത്തായിരിക്കുന്നത് അല്ലേ? യേശു ഇരിക്കുന്നിടത്തായിരിക്കുന്നത്. യേശു എവിടെ ആയിരിക്കുന്നത്? തിരുവചനം നമ്മളോട് ഉറപ്പും ധൈര്യവും പറയുന്നു, പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശു ഇരിക്കുന്നു. പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നിട്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുക. അപ്പം
ക്രിസ്തുവുമായിട്ട് കൂട്ടായ്മ ആചരിക്കുന്നവൻ എവിടെ ആയിരിക്കുന്നത്? ഞാൻ ഭൂമിയിലാണെങ്കിലും ഞാൻ വസിക്കുന്നതോ സ്വർഗത്തിലാ. ഹല്ലേലൂയ. ഞാൻ ഭൂമിയിലാണെങ്കിലും ഞാൻ കർത്താവുമായിട്ടാണ് വസിക്കുന്നത്. ഇന്ന് ഏത് വിഷയമുണ്ടെങ്കിലും അതിൻ്റെ മുമ്പിൽ നിന്ന് കരയാനും ബഹളം വെക്കാനും നിരാശപ്പെടാനുമല്ല. സ്തോത്രം. നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ ധൈര്യപ്പെടുവാൻ. അതാ യോഹന്നാൻ അവിടെ പറയുന്നത്. ഹല്ലേലൂയ. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ ക്രിസ്തുവുമായിട്ട് ആ കൂട്ടായ്മ ആചരിക്കുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിൽ യേശുവിനോടൊപ്പം എന്നെ ഇരുത്തിയിരിക്കുക എന്ന് വചനം പറയുന്നില്ല. എഫെസ്യരുടെ ലേഖനം പറയുന്നു, സ്വർഗീയ സ്ഥലങ്ങളിലാണ് നമ്മളെ ഇരുത്തിയിരിക്കുന്നത് ക്രിസ്തുവിനോടൊപ്പം. ഹല്ലേലൂയ. അങ്ങനെ എന്നെയും നിങ്ങളെയും ഇരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ എവിടുന്നാ താഴോട്ട് നോക്കണം? നമ്മൾ മേളിൽ നിന്ന് താഴോട്ട് നോക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്ന് കർത്താവിനോടൊപ്പം ഇരുന്നിട്ട് അവിടുന്ന് ഹല്ലേലൂയ നമ്മൾ താഴോട്ട് നോക്കണം. ആർക്കെങ്കിലും ആ വചനം വേണമെങ്കിൽ എഫെസ്യരുടെ 2 സ്തോത്രം 6 തിരുവചനം ഒന്ന് വായിച്ചേ. For he raised us from the dead along with Christ and seated us with him in the heavenly realms because we are united with Christ Jesus. അന്ന് വായിച്ചേ. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടി ക്രിസ്തു യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗ. ആ വരി മാത്രം ഒന്ന് വായിച്ച്. ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പൊ ഇപ്പം ഞാനും നിങ്ങളും എവിടെ ആയിരിക്കുന്നേ? സ്വർഗത്തിലായിരിക്കുന്നത്. ഇന്ന് പറഞ്ഞേ, ഞാൻ സ്വർഗത്തിൽ യേശുവിനോടൊപ്പമായിരിക്കുന്നത്. ഹല്ലേലൂയ. സ്വർഗത്തിൽ അത്രയും ഉയരത്തിൽ സ്വർഗത്തിൽ യേശുവിനോടൊപ്പം ഇരിക്കുമ്പം ഈ വിഷയങ്ങളൊക്കെ തലയ്ക്ക് മീതെ കയറി വരുമോ? സ്തോത്രം. ഈ വിഷയങ്ങളെയൊക്കെ കണ്ട് ഭയപ്പെടുമോ? ഇല്ലെന്നേ. എന്ന് പറഞ്ഞേ നിസ്സാരമാന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഇതാ പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലേക്കും വഴി നടത്തുന്നത്. യേശുവിനോടൊപ്പം സ്വർഗത്തിലിരിക്കുമ്പം എങ്ങനെയാ? താഴേന്ന് മേളിലോട്ടല്ല നോക്കുന്നേ, മേളീന്ന് താഴോട്ടാണ് നോക്കുന്നത്. ഇന്ന് വിഷയങ്ങളെയൊക്കെ മേളീന്ന് താഴോട്ട് നോക്കുമ്പം വിഷയങ്ങളൊക്കെ ഇച്ചിരിയേ ഉള്ളൂ. ചെറുതാ വിഷയങ്ങളൊക്കെ, തീരെ കുഞ്ഞാ വിഷയങ്ങളൊക്കെ. ആ തീരെ കുഞ്ഞു വിഷയങ്ങളെയൊക്കെ ഊതിയാൽ പറന്നു പോവും. കാലും വെച്ചൊന്ന് തൊഴിച്ചാൽ അത് മാറിപ്പോകും. സ്തോത്രം. ക്രിസ്തുവുമായിട്ട് കൂട്ടായ്മ ആചരിക്കുമ്പോൾ നാം ഇരിക്കുന്നത് ക്രിസ്തുവിനോടൊപ്പം സ്വർഗീയ സ്ഥലങ്ങളിലാണ്. ഇതൊന്ന് തലയ്ക്കകത്ത് കയറിയാൽ നമ്മുടെ പകുതി വിഷയം മാറിപ്പോയി. ഹല്ലേലൂയ. പകുതി പ്രതികൂലം എന്നൊക്കെ ലേബൽ ഇടുന്നില്ല. ഇനിയും ദൈവ പൈതലെ പ്രതികൂലം എന്ന് പറഞ്ഞൊരു വാക്കേ ഉപയോഗിക്കല്ലോ കേട്ടോ. എനിക്ക് ചിലവരൊക്കെ അത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചിരി വരും. എന്ന് വെച്ചാൽ എടുത്ത വായിലെ പറയും, ഇതുണ്ടല്ലോ, ഇത് പോരാട്ടമാണ്, ഇത് വലിയ പ്രതികൂലമാ സഹോദരി, ഇതിനകത്തുനിന്ന് ഇറങ്ങണമെങ്കിൽ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. സ്വർഗീയ സ്ഥലങ്ങളിലിരിക്കുമ്പം ഹല്ലേലൂയ ക്രിസ്തുവുമായിട്ട് കൂട്ടായ്മ ആചരിച്ചിരിക്കുമ്പം യേശുവിനെ നാണക്കേടുണ്ടാക്കല്ലേ. ഹല്ലേലൂയ. മേളിൽ നിന്ന് താഴോട്ട് നോക്കണം. ഇന്ന് പറഞ്ഞേ, ഞാൻ ഉയരത്തിൽ നിന്ന് താഴോട്ട് നോക്കുക. സകല വിഷയങ്ങളുടെ മേലും ഉയരത്തിൽ നിന്ന് താഴോട്ട് നോക്കുക. അതൊക്കെ നോക്കുമ്പം അതെല്ലാം നിസ്സാരം, അതെല്ലാം ചെറുത്, അതൊന്നും എന്നെ ഭയപ്പെടുത്തത്തില്ല. ഹല്ലേലൂയ. സകല സത്യത്തിലേക്കും വഴി നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ ഹല്ലേലൂയ നമ്മളെ ജയത്തിനകത്തേക്ക് വഴി നടത്തും. ഹല്ലേലൂയ. എന്നിട്ട് വചനം 1 യോഹന്നാൻ്റെ ലേഖനം 2-ാം അധ്യായത്തിനകത്തേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 28 പറയുന്നു, ഇതുകൊണ്ട് ഹല്ലേലൂയ നിങ്ങൾ ക്രിസ്തുവുമായിട്ട് കൂട്ടായ്മ ആചരിച്ചിരിക്കുമ്പോൾ അവൻ മടങ്ങി വരുമ്പം നിങ്ങളുടെ അകത്ത് ധൈര്യമുണ്ടായിരിക്കും. നിങ്ങൾ നാണക്കേടോടെ ലജ്ജയോടെ നിങ്ങൾ പുറമോട്ട് പിന്മാറി പോകത്തില്ല. അന്ന് വായിച്ചേ. ഇനിയും കുഞ്ഞുങ്ങളെ, ക്രിസ്തു പ്രത്യക്ഷനാവുമ്പോൾ നാം ക്രിസ്തുവിന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് എന്താ? ക്രിസ്തുവിനോടൊപ്പം വസിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ക്രിസ്തുവിനോടൊപ്പം വസിക്കുവാണെങ്കിൽ നമുക്ക് നിരാശയില്ല. ക്രിസ്തുവിനോടൊപ്പം വസിക്കുവാണെങ്കിൽ ലജ്ജയില്ല. ഹല്ലേലൂയ. ഭയമൊക്കെ പൊങ്ങി വരുമ്പം ഭയത്തിനെ ചവിട്ടിത്താക്കണം. അവിടെ ആരാധിക്കണം, സ്തോത്രം പറയണം. അവിടെ കരയാൻ വേണ്ടിയല്ല വിളിച്ചിരിക്കുക. അവിടെ നിലവിളിച്ചു യോ എന്തോ ആയിത്തീരും എന്ന് പറയാൻ വേണ്ടിയല്ല വിളിച്ചിരിക്കുന്നത്. നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന ഇരുട്ടിനകത്ത് പാതയുണ്ടാക്കാനാ. ഹല്ലേലൂയ. പ്രതികൂല നിമിഷത്തിനകത്ത് വഴിയൊരുക്കാനാ നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവുമായിട്ട് കൂട്ടായ്മ ആചരിച്ചിരിക്കുമ്പോൾ സ്തോത്രം, നമ്മളെ ഒരു കാര്യത്തിനും നമ്മളെ നിരാശപ്പെടുത്താൻ പറ്റത്തില്ല, നമ്മളെ തോപ്പിച്ച് കളയാൻ പറ്റത്തില്ല. ഇന്ന് പറഞ്ഞ് ഞാനൊരു ജയാളിയാ. ഹല്ലേലൂയ. ക്രിസ്തുവിനോടൊപ്പം കൂട്ടായ്മ ആചരിക്കുന്ന ഞാനൊരു ജയാളിയാ. ഇന്ന് ചോദ്യം, ക്രിസ്തുവുമായിട്ട് കൂട്ടായ്മ
ആചരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ക്രിസ്തുവുമായിട്ട് പറ്റിച്ചേർന്നിരിക്കുന്നുണ്ടോ? കൂട്ടായ്മയെ ആചരിക്കുക എന്ന് പറഞ്ഞാൽ ഈ മരത്തേലൊക്കെ ഇത്തിള് കയറിപ്പോവും. ഇത്തിൾ എന്താ ചെയ്യുന്നത്? പറ്റിയിരിക്കും, വലിച്ചു പറിക്കണം. അതിനല്ലേ വേരൊക്കെ മരത്തേലങ്ങ് ഇറങ്ങി ആ മരത്തിൽ നിന്ന് അതിൻ്റെ സത്തൊക്കെ വലിച്ചെടുത്തിട്ട് ഈ ഇത്തിള് പുഷ്ടിപ്പെടുന്നത് ഈ മരത്തിൻ്റെ സത്തും ഗുണവുമൊക്കെ വലിച്ചെടുത്തിട്ട് ഇന്ന് പറഞ്ഞ് ഞാൻ പറ്റിയിരിക്കും. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് ഊറ്റിയെടുത്ത് ഞാൻ പുഷ്ടി പ്രാപിക്കും. എൻ്റെ ആത്മജീവിതം പുഷ്ടിപ്പെടും. ഹല്ലേലൂയ. എൻ്റെ ആത്മജീവിതം പുഷ്ടിപ്പെടും തോറും ഭൗതികം എങ്ങും ഓടിപ്പോകണ്ട. നമ്മളെ വിളിച്ചിരിക്കുന്നത് ശൂന്യതയ്ക്കകത്ത് വസിക്കാനല്ല, നമ്മളെ വിളിച്ചിരിക്കുന്ന സകല നന്മയ്ക്കകത്തും വസിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ആത്മീയം പുഷ്ടിപ്പെടുമ്പം ഭൗതികം പുഷ്ടിപ്പെടും. അതാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നമ്മുടെ സ്പിരിച്വൽ മസിൽസ് ഉപയോഗിക്കാൻ അല്ലേ. നമ്മൾ നടക്കാനും ജിമ്മിലും ഒക്കെ പോയി നല്ല ആഹാരമൊക്കെ കഴിക്കുമ്പം പുറമേയുള്ളവൻ നല്ല ആരോഗ്യം വരും. പക്ഷെ അകമയുള്ളവൻ പറ്റിയിരുന്നാലേ അവന് സത്തൂറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് ബലപ്പെട്ട്, സ്തോത്രം, ക്രിസ്തുവുമായിട്ട് ബലപ്പെട്ട് അകത്തെ മനുഷ്യൻ ശക്തിയുള്ളവനും ബലമുള്ളവനും ആരോഗ്യമുള്ളവനും ആയിത്തീർന്ന് ഈ കൂട്ടായ്മയ്ക്കകത്തുനിന്ന്, ഹല്ലേലൂയ, ക്രിസ്തുവുമായിട്ട് കൂട്ടായ്മയ്ക്കകത്തുനിന്ന് നമ്മൾ സകല സത്യത്തിലും സകല നന്മയ്ക്കകത്തേക്കും സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കകത്തേക്കും സകല ഉയർച്ചയ്ക്കകത്തേക്കും നമ്മൾ ഓരോരുത്തരും വഴി നടത്തപ്പെട്ടിരിക്കുക തന്നെ ചെയ്യും. അതിന് മാറ്റമില്ല. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സകല നന്മയാൽ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവുമായിട്ട് കൂട്ടായ്മയെ ആചരിക്കാൻ പരിശ്രമിക്കണം. പരിശുദ്ധാത്മാവിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കണം. ഹല്ലേലൂയ. വഴി നടത്തും. ഹല്ലേലൂയ. ഉയർച്ചയ്ക്കകത്തേക്കും നന്മയ്ക്കകത്തേക്കും വഴി നടത്തും. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സകല നന്മയാൽ നിറയ്ക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ.